ചൂടത്ത് ഒരു രക്ഷയില്ലാത്ത ചൂടത്ത് ഒരു കരിക്ക് ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഈ കരിക്ക് കുടിച്ചു. ചേട്ടാ കരിക്ക് ഇവിടെ വെക്കുവാണ്. അശ്വിൻ പൈസ തരുക, അശ്വിനോട് പൈസ വാങ്ങിച്ചോണം. അപ്പോൾ നമ്മൾ ഈ മണ്ഡലത്തിലെ പല ആൾക്കാരോടും സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ടവർ മാത്രമല്ല, കുറേ പേരോട് സംസാരിച്ചു. വളഞ്ഞ വഴിയിലൊക്കെ സാധാരണക്കാരായി റോഡിലൊക്കെ പോകുന്ന ആൾക്കാരോട് സംസാരിച്ചു. അവർക്കെല്ലാം കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. പക്ഷേ വാചക കസർത്ത് കൊണ്ട് മാത്രം ഇവിടെ ആൾക്കാരുടെ ആ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ ഒരു സ്ഥാനാർത്ഥിക്കും സാധിക്കില്ല. അപ്പോൾ നമുക്ക് ആ ജനങ്ങളുടെ ശബ്ദത്തിലേക്ക് പോകാം. ജനശബ്ദം. അമ്പലപ്പുഴ സുധാകരൻ സാറുള്ള ആരും ജയിക്കത്തില്ല ഇവിടെ. 100% പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒരു 25,000 വോട്ടെങ്കിലും ജയിക്കും. ടൈറ്റ് മത്സരം വരും. കറക്റ്റ് അത് വരും. ടൈറ്റ് മത്സരം വരും. അതാണ് സുധാകരന് ചാൻസ് ഉണ്ട്. ഒന്നും പറയാൻ പറ്റത്തില്ല. ടൈറ്റ് മത്സരം വരും. ഇതുവരെ അമ്പലപ്പുഴ നടക്കാത്ത രീതിയിൽ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. വികസനം നോക്കത്തുള്ളൂ. കാരണം നമുക്ക് വേണ്ടിയത് അതല്ലേ, അതുകൊണ്ട് അതേ നോക്കത്തുള്ളൂ. അമ്പലപ്പുഴ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിൽ ഇച്ചിരി ടൈറ്റാണ്. പിന്നെ സുധാകരൻ സാർ നിൽക്കുന്നതുകൊണ്ട് ഇച്ചിരി ടൈറ്റാണ്. എന്തു വന്നാലും ഭരണം മാറിയാലും സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാവുന്ന രീതിയിൽ ഗവൺമെൻറ് ചെയ്യണം. ഇവിടെ ടൈറ്റ് മത്സരമാണ്, ആരെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ ഇസ്ലാം നല്ല ഭൂരിപക്ഷത്തിൽ ചെയ്യും. സുധാകരൻ സാർ ജയിക്കാനാണ് പ്രതീക്ഷ. നമ്മുടെയൊക്കെ ആഗ്രഹം അത് തന്നെയാണ്. നമ്മളൊരു പാർട്ടിയിൽ ഉറച്ചു നിന്നേച്ചും പെട്ടെന്ന് ഇങ്ങനെ മാറുക, അത് നമുക്കത് ശരിയാകില്ല. ഞങ്ങൾ ഇസ്ലാമിനെ വോട്ട് ചെയ്യത്തുള്ളൂ. രണ്ടുപേരും ടൈറ്റ് മത്സരമാണ്. സുധാകരൻ സാർ മന്ത്രിയായിരുന്നപ്പം വികസനമുള്ള സ്ഥലമായിരുന്നു. ഇപ്പം സുധാകരൻ സാറാണ് ജയിക്കാൻ സാധ്യത. ഇവിടെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ്. ഇവിടുത്തെ ദിവസം ജി സുധാകരൻ UDF കാൻഡിഡേറ്റ് വൻ ഭൂരിപക്ഷം ജയിക്കും. ഈ ഭരണവിരുദ്ധ വികാരം നിലവിലുണ്ട്. മറ്റൊന്ന്, ഈ സലാം എന്ന് പറയുന്ന ആള് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അമ്പലപ്പുഴ മണ്ഡലത്തിൽ. സുധാകരൻ ചെയ്തു വെച്ച 10 വർഷത്തെ വികസനമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അപ്പൊ അതൊക്കെയാണ് അമ്പലപ്പുഴക്കാർക്ക് പറയാനുള്ളത്. എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവിടെ ഒരു സുധാകരനിസം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സുധാകരനിസം അതൊരു സുധാകരൻ ഇഫക്റ്റിലേക്കും ഇമ്പാക്റ്റിലേക്കും ഒക്കെ പോകുമോ എന്നറിയാൻ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അമ്പലപ്പുഴ പാൽപ്പായസം പോലെ അത്ര മധുരിക്കുന്നതാവില്ല ഒരു പാർട്ടിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും തെരഞ്ഞെടുപ്പ് റിസൾട്ടും എന്നാണ് നമുക്കൊരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.